നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ആചാര്യനായുള്ള വാഗ്ബടാനന്ദ ഗുരുദേവന്റെ ജീവചരിത്ര ഗ്രന്ഥം നമ്മുടെ പ്രിയപ്പെട്ട ശശീന്ദ്രൻ പാട്യം രചിച്ചതിൻ്റെ ഔപചാരികമായ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഈ സമ്പന്നമായ ആഭിജാത സദസ്സിനു മുന്നിൽ ഗുരുദേവനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. അദ്വൈതിയും തത്വജ്ഞാനിയും ആർഷ സന്യാസിയുമൊക്കെയായ ഗുരുദേവന്റെ പാദരേണുക്കൾ പതിഞ്ഞ പാട്യവും പരിസര പ്രദേശങ്ങളും കേരളത്തിൻ്റെ തന്നെ നവോത്ഥാന ചരിത്രത്തിന് എന്നും തിളക്കമാർന്ന ഒരു ഏടാണ് സമ്മാനിച്ചിട്ടുള്ളത്. ശശീന്ദ്രൻ മാഷ് ദീർഘകാലമായി കൊണ്ടു നടക്കുന്ന ഒരു മോഹമാണ് ഗുരുദേവനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള അല്ലെങ്കിലും സമഗ്രമായൊരു ചരിത്ര ഗ്രന്ഥം രചിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പ്രാദേശികമായി വാഗ്ബടാനന്ദ ഗുരുദേവനുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സമീപിക്കുകയും അവരിൽ നിന്ന് ദത്തങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആവേദകരുമായി നേരിട്ട് സംസാരിച്ച് കണ്ടെത്തിയ കുറേ ചരിത്ര വസ്തുതകൾ ഈ പുസ്തകത്തിലുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആത്മവിദ്യാ സംഘവും അതിൻ്റെ പ്രവർത്തകരും എങ്ങനെയൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് വിശദമായി മാഷ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഗുരുദേവനെ കുറിച്ച് പലരും മറച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ അനാവരണം ചെയ്യുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഈ സബരിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 4 വർഷത്തോളമായി ഈ ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിൽ അത് മനോഹരമായി പ്രസാദനം ചെയ്തു തന്നിട്ടുള്ളത് കണ്ണൂരിലെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രസാധകരായിട്ടുള്ള കൈരളി ബുക്സ് ആണ്. ഈ ചടങ്ങിന്റെ കാര്യസത്തയിലേക്ക് കടക്കാം.
അതുകൊണ്ട് തന്നെ വലിയൊരു നീണ്ട പഠനത്തിന് മുന്നോട്ട് വരില്ല. പക്ഷേ വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഒരിക്കലും മറക്കാനാകാത്ത കുറേ കാര്യങ്ങൾ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ദിനമാണ്. ഗുരുദേവൻ്റെ വചനങ്ങൾ, സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വാഗ്ഭടാനന്ദൻ. അതൊരിക്കലും തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ചതൊക്കെ തന്നെ നമുക്ക് വായിച്ചാലും അതുപോലെ തന്നെ സാമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാതിമത ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക എന്ന ഗുരുദേവൻ്റെ വചനങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു വാഗ്ഭടാനന്ദൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. പിന്നീട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. അദ്ദേഹം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട്, നമ്മുടെ ശശീന്ദ്രൻ പാട്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് എന്നത് ഒരു പ്രത്യേക വിശേഷണം കൂടിയാണ്. നമ്മളിപ്പോഴും അവിടെ തന്നെ വാഗ്ഭടാനന്ദൻ്റെ പേരിൽ ഏറ്റവും വലിയൊരു സമുച്ചയം, ഏകദേശം 50 കോടിയിലധികം തുകയുള്ള കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമുച്ചയം അവിടെ കൊട്ടിയോടിയിൽ, പാട്ടയം പഞ്ചായത്തിൻ്റെ കൊട്ടിയോടിയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ അടക്കം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് KRFB മുന്നോട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ പ്രവൃത്തി ഈ മാസം തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വാഗ്ഭടാനന്ദ ഗുരുദേവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ നാട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ കാര്യം പറഞ്ഞത്. അതോടൊപ്പം നമുക്കറിയാം, ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ സ്വാഗതത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ രമേശിനെ കുറിച്ച് പറഞ്ഞു, ഊരാളിൻ്റെ സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഊരാളിൻ്റെ സൊസൈറ്റി എന്ന ആ സ്ഥാപനം, സഹകരണ സ്ഥാപനം ഉണ്ടാവുന്നത്, സഹകരണ സംഘം ഉണ്ടാവുന്നത് ഐക്യനാണയ സംഘം എന്ന പേരിൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയത്. ചെറിയ 10-20 പേർ ചെറിയ സംഖ്യ എടുത്തുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ ഒരു വാഗ്ഭടാനന്ദ ഗുരുദേവൻ. ആ സൊസൈറ്റിയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന നിലയിലേക്ക്, ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ നിയമസഭയിലും അതോടൊപ്പം ക്യാബിനറ്റിലും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ ഇത് അക്രിഡേറ്റഡ് സൊസൈറ്റിയായിട്ട് മാറാൻ സാധിക്കും, ലേബർ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോഴും അത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിഷനാണ്, കാഴ്ചപ്പാടാണ്. സാധാരണക്കാരനെ സഹായിക്കുക, സാധാരണക്കാരനെ ഏത് വിധത്തിലും ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഏറെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 എണ്ണം, അതുപോലെ തന്നെ ഉള്ള മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഞാനതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും വാഗ്ഭടാനന്ദ ഗുരുദേവൻ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ളത്. അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ശരിയാണ്. അത് അനാചാരങ്ങൾ എന്ന് പറയുമ്പോൾ ആചാരങ്ങളല്ലാത്തതാണ്. ആചാരങ്ങളല്ലാത്ത കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിലരൊക്കെ തന്നെ അനാചാരങ്ങളൊക്കെ തന്നെ ആചാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയതാണ് ബഹുമാനപ്പെട്ട അന്നത്തെ കാലഘട്ടത്തിൽ വാഗ്ഭടാനന്ദ ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്നൊക്കെ തന്നെ നമ്മൾ പറയുന്നത് അതിന് അർഹതപ്പെട്ടതുകൊണ്ടാണ്. ഞാനത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ, നല്ല കാഴ്ചപ്പാടോടുകൂടി പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വരികയും അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കത്തക്ക രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയും മുന്നോട്ട് വന്ന ആ മഹാനുഭാവൻ്റെ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശശീന്ദ്രൻ പാട്യം ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് മുന്നോട്ട് വന്നതിന് വരുമ്പോഴൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു എന്ത് ആയാലും ധീരപൂർവ്വം മുന്നോട്ട് പോകുന്നത് നമുക്ക് താരമില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് മാറ്റിവെക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ വളരെ വേദനയോടുകൂടിയാണ് ശശീന്ദ്രൻ പാട്യം വന്നത്. മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്, 7-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഇന്ന് അത് സഫലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാവർക്കും
പാഠ്യ വിഷയമാക്കാൻ സാധിക്കും. ആരായിരുന്നു വാഗ്ഭടാനന്ദൻ എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പുസ്തകമായിട്ടാണ് നമ്മുടെ വാഗ്ഭടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാസംഘവും എന്ന പുസ്തകമുള്ളത്. ആത്മവിദ്യാസംഘത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കില്ല, അതിൻ്റെ കുമാരമോഷത്വത്തിൻ്റെ എവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നന്നായിട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി എന്ന നിലയിൽ ശശീന്ദ്രൻ പാട്ടത്തിന് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനും വാഗ്ഭടാനന്ദ ഗുരുദേവനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നാട്ടിലുള്ള സാമൂഹ്യ രംഗത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പുസ്തകം എഴുതാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ അവർകളെ ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ വേണ്ടി വിനിയോഗപൂർവ്വം ക്ഷണിക്കുന്നു. അവர்களையும் സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള തെളിവാണ് ഈ നിറഞ്ഞ സദസ്സും അതുപോലെ തന്നെ സമ്പന്നമായിട്ടുള്ള രീതിയും. ഗുരുദേവൻ നമ്മുടെ ഇടയിൽ നിന്ന് പോയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല. ഗുരുദേവൻ എപ്പോഴും അവിടെ ഉണ്ടാകണം. പിന്നീട് ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കാൻ കാത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂണിൽ പ്രകാശിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് അവസാന നിമിഷം ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും നമുക്കത് നീട്ടിവെക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു പുസ്തകം പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മുഹൂർത്തം ഇന്നാണ്. കാരണം ഇന്ന് ശ്രീനാരായണ ജയന്തിയാണ്. അപ്പം ഇതിൽ കൂടുതൽ ശുഭോവർത്തമായിട്ടുള്ള മറ്റൊരു മുഹൂർത്തം നമുക്ക് കിട്ടില്ല ഈ വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ. അതുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കണം. അത് ശശീന്ദ്രൻ മാഷിക്ക് വാഗ്ഭടാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ട് അനുഗ്രഹമാണ് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുക എന്നുള്ളത്. വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ച് പുസ്തകങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പഠനങ്ങൾ ലേഖനങ്ങളൊക്കെയുണ്ട്, ഒരു നല്ല സിനിമയുണ്ട്. അത് നമ്മൾ പലരും കണ്ടിട്ടില്ലായി തോന്നുന്നു. അത് ഗുരുവായൂർ ലേബർ സൊസൈറ്റി രമേശ് കാലേരി അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. ഗുരുദേവൻ്റെ ജീവിതം അനാവരണം ചെയ്യുന്ന ഒരു സിനിമ. അത് കെ ജയകുമാർ കവി, പിന്നെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സംവിധാനം ചെയ്തത്. അപ്പോൾ ആ പടവും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അതുകൂടി കാണുമ്പോഴാണ് നമുക്ക് ഗുരുദേവനെ പൂർണ്ണമായിട്ട് മനസ്സിലാവുക. അപ്പം ഗുരുദേവൻ ജീവിച്ച ആ ഒരു കാലം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ളൊരു അത്രയും ജാതീയമായിട്ടുള്ള ക്രൂരതകൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ഒരു എഴുത്തുകാരനുണ്ട്, പോത്തേരി കുഞ്ഞമ്പൂ, നിങ്ങൾക്കറിയാമായിരിക്കും. പോത്തേരി കുഞ്ഞമ്പൂ വക്കീൽ. അദ്ദേഹം പള്ളിക്കുന്നിലാണ് താമസിച്ചത്. പള്ളിക്കുന്നിനടുത്ത് കണ്ണൂർ പീപ്പിൾ നാടൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ നമ്മുടെ പോത്തേരി കുഞ്ഞമ്പൂരിയിലൊരു നോവലുണ്ട് സരസ്വതി വിജയം. പിന്നെ നോവൽ പലപ്പോഴും പലരും മറന്നിരിക്കാൻ ഓർക്കുന്നില്ല. പക്ഷെ അതിൽ നമ്മുടെ ആ കാലത്തെ ജീവിതം നമുക്ക് കാണാം. അതിൻ്റെ കഥ ഒരു പിന്നെ ഉന്നതകുലജാതനായ കുബേരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമായി ഇങ്ങോട്ട് പോവുകയാണ്. പല്ലക്കിലാണ് പോകുന്നത്. പരിവാരങ്ങളായി കുറേ പേരുണ്ട്, മുമ്പിൽ നായർ പടയാളികളുണ്ട്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഈ കുബേരൻ നമ്പൂതിരി ഇങ്ങനെ പോകുമ്പോൾ എവിടെ നിന്നോ ഒരു പാട്ട് കേൾക്കുന്നു. അവിടെയാണ് നോവൽ തുടങ്ങുന്നത്, ഒരു പാട്ട്. അപ്പോൾ നമ്പൂതിരിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ശുദ്ധി വന്നു. കാരണം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും വഴിമാറി നിൽക്കണം, അല്ലെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കണം. പാട്ട് പാടുന്നത് വലിയൊരു ധിക്കാരമാണ്. അതുകൊണ്ട് കുബേരൻ നമ്പൂതിരി പറഞ്ഞു, ആരാണ് ആ പാട്ട് പാടുന്നത്, അവനെ പിടിച്ചു കൊണ്ടുപോകാൻ. അങ്ങനെ
ഈ പാട്ട് പാടുന്ന ആളെ അന്വേഷിച്ച് പോവുകയും ഉടനെ തന്നെ പിടിച്ച് കൊണ്ടുവരികയും ചെയ്തു. അത് 10-12 വയസ്സുള്ള ഒരു പുലയ കുട്ടിയാണ്. മരതൻ എന്ന് പറഞ്ഞിട്ടില്ല, മരതൻ എന്ന പേരുള്ള ഒരു പുലയ കുട്ടിയാണ്. അപ്പോൾ കുബേരൻ നമ്പൂതിരി ഇത് കൂടി അറിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും രോഷം കൊണ്ടുവന്നു. കാരണം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പുലയക്കുട്ടി ഉച്ചത്തിൽ പാട്ട് പാടണം, എന്നിട്ട് ആ കുട്ടിയെ പിന്നെ മർദ്ദിച്ച് അവശനാക്കണില്ല, മർദ്ദിച്ച് പിന്നെ ശ്വാസം ഇല്ലാന്ന് കണ്ടപ്പോൾ വലിയൊരു ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. കേട്ടോ, നമുക്ക് പാട്ട് പാടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം. പിന്നീട് ഈ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കീഴ്ജാതിക്കാർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ കാലത്ത് നമ്മുടെ ഉത്തര കേരളത്തിൽ തന്നെ കൃഷിക്കാർക്ക് കൂലി കൊടുക്കില്ല, കൂലിൻ്റെ കഞ്ഞിയാണ്, പൈസയൊന്നും കൊടുക്കില്ല. അപ്പോൾ ഈ കഞ്ഞി കൊടുക്കുന്നില്ല, എത്രയോ മണിക്കൂറുകൾ വരെ തുടർച്ചയായിട്ട് പണിയെടുക്കാം. പണിയെടുത്ത് ഉച്ചക്കൊന്നും കൊടുക്കില്ല, ഇവർക്ക് പണി കഴിഞ്ഞ് പിരിയുമ്പോഴാണ് ഇവർക്ക് കഞ്ഞി കൊടുക്കുക. അപ്പോൾ ഈ കഞ്ഞി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രത്തിലല്ല, മണ്ണിലൊരു കുഴി കുഴിച്ചിട്ടുണ്ടാവും. ആ കുഴിയുടെ ഒരു ഇല വാഴയില വെക്കും, അതിലാണ് കഞ്ഞി ഒഴിച്ച് വെക്കുക. അത് കോരി കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ പാവം പിന്നെ കൃഷിക്കാർ പകൽ മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാർ കഞ്ഞി കുടിക്കുക ഒരു മൃഗത്തെ പോലെ 4 കാലിൽ നിന്നുകൊണ്ട് തല കഞ്ഞിക്കുഴിയിൽ താത്തി നാട്ടി കുടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കേരളം ഉണ്ടായിട്ടുണ്ട്. ആ കേരളത്തെ മാറ്റിമറിച്ച് ഇന്ന് നമുക്ക് ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാം, നമുക്ക് പാട്ട് പാടാം. ആരാണ് നമ്മോട് പറയുക പാട്ട് പാടണ്ടെന്നുള്ളത്? ആരെങ്കിലും പറയണം നമുക്ക് പാട്ട് പാടാം, മുദ്രാവാക്യങ്ങൾ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചു. എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഒരേ ബസ്സിൽ യാത്ര ചെയ്യാം, ഒരേ തീവണ്ടിയിൽ യാത്ര ചെയ്യാം. അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചതിൽ വാക്കാളൻ്റെ ഗുരുദേവനും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും വലിയ പങ്കുണ്ട്. അവരില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആവില്ലായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴും പാട്ട് പാടുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകില്ലായിരുന്നു. ദുഃഖിക്കുമ്പോൾ വേദനിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കുണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് ഗുരുദേവൻ വാക്കാളൻ്റെ ഗുരുദേവനെ നമ്മൾ ഇന്നും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഗുരുദേവനെ സൂക്ഷിക്കണം എക്കാലത്തും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കേരളം 2 വർഷം സർക്കാരിലാണ്. ഇതൊക്കെ വന്ന ശേഷം ജാതീയ ചിന്തകൾ പൂർണ്ണമായിട്ടും പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലത്ത് അല്ലെങ്കിൽ എൻ്റെ കൗമാരകാലത്ത് എൻ്റെ ജാതി എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഏത് ജാതിക്കാരനാണ്, കാരണം ജാതി ഇന്ന് അങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ബ്രാഹ്മണനാണോ, തീയനാണോ, ആയരാണോ, നമ്പിയാരാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ മൂന്നരായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലാണ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ പലരും എൻ്റെ ജാതി എന്താണെന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. എനിക്കതിൽ താല്പര്യമില്ല, എൻ്റെ ജാതി എന്താണെന്ന് അറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് താല്പര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എഴുത്തുകാരനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരിപ്പം എൻ്റെ ജാതി ഞാൻ ഏത് ജാതിക്കാരനാണ് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ എഴുത്തുകാരനായപ്പോൾ അവർക്ക് അറിയണം എന്താണ് എൻ്റെ ജാതി. ഞാൻ ഡൽഹിയിലെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു അദ്ദേഹം അടുത്തുകൊണ്ട് ചോദിച്ചു, അപ്പോൾ പേര് മുകുന്ദനല്ലേ? ആ മുകുന്ദൻ മാത്രമാണ്. അപ്പം ഞാൻ മുകുന്ദൻ മാത്രം. അപ്പം അദ്ദേഹത്തിന് അറിയേണ്ടത് എൻ്റെ വാലാണ്. മുകുന്ദൻ്റെ ഇവിടെ വല്ല വാലുണ്ട് ഇവിടെ. പിന്നെ അദ്ദേഹം ഇഷ്ട ഒരു മാനത്തിന് അച്ഛൻ്റെ പേരെന്താണ്? അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ്റെ പേര് കൃഷ്ണനാണ്. അപ്പം അദ്ദേഹം പിന്നെ ചെയ്യുന്നത് കൃഷ്ണൻ, കാരണം അച്ഛൻ്റെ വാല് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് സ്ഥിതി. ഇത് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ ജാതി നോക്കിയിട്ട് മനുഷ്യനെ നിർണ്ണയിക്കുന്ന ആ ഒരു രീതി പിന്നീട് കുറേ ശേഷം നമ്മുടെ നാട്ടിൽ വരിക. പിന്നീട് അത് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ജാതി ചിന്തകൾ. ഇപ്പോൾ പലയിടത്തും ചില ആകർഷണകൾ ഉണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കേരളത്തിന് പുറത്താണ്. കേരളത്തിലെ നമ്മുടെ പ്രബുദ്ധത, സാംസ്കാരിക പ്രബുദ്ധത, ഇതുപോലുള്ള ചിന്തകൾക്ക് കഥകൾ. പക്ഷെ ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ജാതി മാത്രമേ ഉള്ളൂ. അവിടെ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞ് ജാതിയാണ്, രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല, ജാതിയാണ്. ജാതി നോക്കിയാണ് വോട്ട് ചെയ്യുക. ഏറ്റവും വലിയ ഉത്തരേന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ജാതിയാണ്. അല്ലാതെ അവിടെ കോൺഗ്രസോ BJPയോ പിന്നെ CPM ഒന്നുമല്ല, ജാതിയാണ് അവരുടെ പാർട്ടി. അപ്പം അതിനുള്ള വലിയൊരു ഉത്തരവാദിത്വം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ദൈവങ്ങളെ കൂട്ടുപിടിക്കാൻ തുടങ്ങി. രാമനെ വിളിക്കുക. വോട്ട് രാമനാഥൻ്റെ പേരിലാണ് വോട്ട് കിട്ടുന്നത്.
കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മുടെ സർക്കാർ ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും, ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി, ഒരുപാട് സാമൂഹ്യ നന്മകൾക്ക് നമ്മൾ സാധ്യമാക്കുന്ന ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു നല്ലൊരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് വോട്ടുകൾ. നമ്മുടെ ഏത് സർക്കാർ, കേരളത്തിലെ ഏത് സർക്കാരുകൾ വന്നാലും ഏത് പാർട്ടിയായാലും അങ്ങനെയാണ് ചെയ്തത്. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ശേഷം ഇതാ ഞങ്ങൾക്ക് വോട്ട് കിട്ടും. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ അവരൊന്നും ചെയ്യില്ല. തെരഞ്ഞെടുപ്പിന് സമയമാകുമ്പോൾ രാമൻ്റെ പേര് അവർ വോട്ട് കഴിക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല കേരളം. നമുക്ക് ജീവിക്കാൻ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പട്ടിക അടിക്കുന്നുണ്ട്, റോഡ് കിടന്നാൽ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആരും പട്ടിണി കിടക്കുന്നതിലൂടെ പട്ടിക കിടക്കുന്നില്ല. മിക്കവാറും എല്ലാവർക്കും തലചായ്ക്കാൻ ഒരു ഇടമുണ്ട്, പഠിക്കാൻ സ്കൂളുണ്ട്, രോഗം വന്നാൽ നമുക്ക് ആശുപത്രികളുണ്ട്, കുടിവെള്ളത്തിന് ക്ഷാമമില്ല. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ദൂരെ ഒരു കുടം വെള്ളത്തിന് വേണ്ടി അവർ നടക്കുക എന്നതാണ്. അതുകൊണ്ട് നല്ലൊരു കേരളം നമുക്കും ജീവിക്കാൻ അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു കേരളത്തെ സൃഷ്ടിച്ച നവനായകനായി ഒരാളാണ് വാഗ്ബടാനന്ദ ഗുരുദേവൻ. ഗുരുദേവനെ കുറിച്ചാണ് മാസ്റ്റർ നമുക്ക് മനോഹരമായിട്ടുള്ള പുസ്തകം നൽകിയിരിക്കുന്നത്. ഇപ്പം സാധാരണഗതിയിൽ പിന്നെ ഗുരുദേവനെ പോലുള്ള ഒരാളെ പറ്റി ഒരു പുസ്തകം എഴുതുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചാണ് പറയുക, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ചാണ്. ഇതിലത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഗുരുദേവൻ ജീവിച്ച പരിസരങ്ങളുണ്ട്. ആ കാലത്ത് അവിടുത്തെ നാട്ടിൻപുറത്തെ ആളുകൾ, അവിടുത്തെ രീതികൾ, ആചാരങ്ങൾ പലരും ഇപ്പോൾ കോഴിക്കഴിയെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരിസരങ്ങൾ സൃഷ്ടിച്ചിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനം വരുന്ന വലിയ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ വലിയ ചിന്തകരെ പിന്നെ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ശശിധരൻ മാഷ് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാൻ. അത് പിന്നെ നമ്മളെല്ലാവരും വായിക്കുക, എല്ലാവരും വായിക്കുക, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശശിധരൻ മാഷെ ഞാൻ അനുഭവിക്കുന്നത് വൈകിട്ടാണെങ്കിൽ ഈ ചടങ്ങ് നടന്നിട്ടുള്ളൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്നെ ഇതിന് ക്ഷണിച്ചതിലും സന്തോഷമുണ്ട്. ആദ്യമായി തെരഞ്ഞെടുത്ത് വന്നപ്പോൾ ഇസ്ലാം മാർഗിനെ കുറിച്ച് പറഞ്ഞു, പ്രയാസങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കിടന്ന എഴുത്തുകാർക്ക് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് കേരളം. മറ്റ് സ്ഥലങ്ങളിലെ പാർട്ടി മന്ത്രിമാർക്കാണ് തിരക്ക്. എന്നാൽ കേരളത്തിൽ മന്ത്രിമാരെക്കാൾ തിരക്കുള്ളൂ എഴുത്തുകാർക്ക്. അതിനുള്ള കാരണം നിങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ളതാണ്. ഞങ്ങൾ എഴുത്തുകാരെ നിങ്ങൾക്ക് വേണം. ഏതെങ്കിലും എല്ലാത്തിനും നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നു. ഒരു ദിവസം 4-5 സ്ഥലങ്ങളിലാണ് എന്നെ മുഴുവൻ എഴുത്തുകാരനെ വിളിക്കുന്നത് മീറ്റിങ്ങുകൾക്ക് വേണ്ടി. അപ്പം അങ്ങനെ എഴുത്തുകാരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരക്ക്. അതുകൊണ്ടാണ് സത്യനാഥ് മാഷെ പോലുള്ള ഒരാൾക്ക് പുസ്തകം പ്രദർശിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ കഴിയില്ല. പിന്നീട് നമ്മുടെ മമ്പറം സ്കൂളിലെ മാനേജർ അവൻ മാസ്റ്റർക്ക് മമ്പറം സ്കൂളിൽ പലതവണ വിളിച്ചിട്ടുണ്ടല്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇത് തന്നെയാണ് 24-25 സ്ഥലങ്ങളിൽ എന്നെ വിളിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ എഴുത്തുകാരുടെ ജീവിതം എങ്ങനെയാണ്? എഴുത്തുകാർ ജനങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്, ബന്ധഗോപുരത്തിലല്ല. ജനങ്ങളുടെ ഇടയിൽ കൂടി നടക്കുക, അവരുടെ ദുഃഖങ്ങളും അവരുടെ ആഹ്ലാദങ്ങളൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് മലയാളി എഴുത്തുകാർ. പക്ഷേ ഇത് എഴുത്തുകാർക്ക് പ്രായമാകുന്നുണ്ട്. എനിക്ക് പ്രായമായി എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങിന് വരാൻ കഴിയുന്നത് ക്ഷമിക്കാം. കാരണം വലിയ പ്രശ്നം വാർദ്ധക്യത്തിൽ കിടക്കുമ്പോൾ വലിയ പ്രശ്നം ഈ മനസ്സിന് ഗൗരവമായി ശരീരം പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, MT പറഞ്ഞതാണ്. MT പണ്ട് പറഞ്ഞതാണ്. MT പറഞ്ഞത് എനിക്ക് പ്രായമാകും, എൻ്റെ ശരീരം വളരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സ് തുടിക്കുകയാണ് പഴയതുപോലെ. മനസ്സിനിപ്പോഴും 16 വയസ്സാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. പക്ഷെ അത് നല്ലതാണ്. മനസ്സ് പിന്നെ അങ്ങനെ യൗവനം തുടങ്ങുകയും പിന്നെ ശരീരം വാർദ്ധക്യം വരികയും മുഴുവനൊരു ബാലൻസ് ഉണ്ടാകും. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് പുസ്തകത്തെക്കുറിച്ച് ഇനി
പിന്നെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് അത് ഡോക്ടർ വിജയൻ സാറിനോടാണ്. അതിൽ നമുക്ക് കുറെ കൂടി വെളിച്ചം കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഞാൻ വെറുതെ പിന്നെ അങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ രാവിലെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ആരാണ് വാഗ്ബാലനില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അപ്പോൾ മറുപടി എന്താണെന്നറിയാം. ഊരാളുടെ ലേബർ സൊസൈറ്റി സ്ഥാപകൻ പോലെ അത് അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാലേരി രമേശൻ അദ്ദേഹമാണ്. അപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധിക്ക് പോലും അദ്ദേഹത്തെ അറിയാം, ഊരാളുടെ സൊസൈറ്റി അറിയാമെന്നുള്ള ആ ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമസ്കാരം. പ്രമുഖ സാഹിത്യകാരൻ ശ്രീ ബുദ്ധൻ, പാലേരി ഗണേശൻ, മറ്റ് രീതിയിലുള്ള പ്രമുഖ വ്യക്തികൾ, നമ്മുടെ ചരിത്ര രചന പാട്ട് പുസ്തകം ഏറ്റവും മനോഹരമായി എഴുതിയത് അമർക്കാലത്തിൻ്റെ അധ്യാപനം നൽകി വളരെ അഭിമാനത്തിൽ കൂടിയാണ്. വാക്കാരൻ്റെ നിർദ്ദേശത്തെക്കുറിച്ച് പുതിയ തലമുറ അറിയാൻ ഇതുപോലുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് ശശീന്ദ്ര ഭാഷയ്ക്ക് വലിയ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. വാക്കാരൻ്റെ ഗുരുദേവൻ്റെ സന്ദേശം പുതിയ തലമുറ അറിയാൻ ഈ പുസ്തകത്തോട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരും പുസ്തകം കൊണ്ട് വായിച്ചു നോക്കണം. ഞാൻ പാലേരി ഗണേശനെ അതിനകത്ത് വെക്കുന്നത് തന്നില്ല. ഒരു ഉപദേശം മാത്രം പാലേരി ഗണേശനോട് പറയണം. എല്ലാവരുടെയും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ ഈ ഫോട്ടോ എല്ലാവരുടെ ഫോട്ടോ ഉണ്ട്. ഇതിൻ്റെ ലേബർ സൊസൈറ്റിയുടെ ആരംഭത്തിൽ സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം വലിയ പടുവൃക്ഷങ്ങളിൽ കെട്ടിപ്പടുത്ത പാലേരി ഗണേശൻ ചെയ്യേണ്ടത് എല്ലാ പ്രവൃത്തി ഏറ്റെടുക്കുമ്പോഴും അവിടെ പാട്ടാളാരുടെ ഒരു പദം വെച്ചാൽ എല്ലാവരും പാട്ടാളത്തെക്കുറിച്ച് സ്മരിക്കും, എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കും, ഉത്സവമാകും. ഈ രാജ്യത്തെ അനാചാരങ്ങൾക്കെതിരായി പോരാടാൻ പ്രകാരമായി കിടക്കുന്ന ആശംസം തീർക്കുന്നു. നന്ദി മാധവേട്ട. ഈ ബുക്ക് സ്വീകരിക്കുന്നത് മാധവേട്ട, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ സുന്ദരേശൻ തലത്തിൽ, അതുപോലെ നമ്മുടെ കുമാരൻ മാസ്റ്റർ, മറ്റ് വേദിയിലിരിക്കുന്ന വ്യക്തികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ഈ പാഠ്യം മാസ്റ്റർ എല്ലാ പരിപാടിക്കും ഞാൻ കാണാറുണ്ട്. കാരണം നമ്മുടെ അന്വവിദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളും കാണും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഗുരുദേവനോടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പം ഈ ഗുരുദേവനെ പറ്റിയുള്ള വാഗ്ദാനം, ഗുരുദേവൻ ആത്മവിദ്യാസനം പോലുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതായിരുന്നു. അങ്ങനെ എഴുതാൻ തോന്നുന്നത് ഇപ്പം ഈ നമ്മുടെ ഗുരുദേവൻ്റെ ആശയം ഇങ്ങനെ പറഞ്ഞു പോവല്ലാതെ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഗുരുദേവൻ നമ്മുടെ നവോത്ഥാന നായകന്മാരെയും വലിയ ആചാര്യന്മാരെയും ഒക്കെ മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അവരുടെ ആശയങ്ങൾ മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാം തികഞ്ഞു എന്നുള്ള, എല്ലാമായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഗുരുതരമായ പിന്നിലും ഓടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഗുരുദേവൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ആരും പഠിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യുകയോ. ഞാൻ പറയാം, ഇവിടെ മൂന്നാട്ടം പറഞ്ഞു ഗുരുദേവൻ ഇത് ജീവിച്ചിട്ടില്ല, പക്ഷേ നമ്മളോട് ജീവിച്ചിട്ടുണ്ട്. അത് ഒരാൾക്ക് ജീവിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഗുരുദേവന്റെ ആദർശങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചു പോകുന്നോണ്ട് തന്നെയാണ് അത് 100 വർഷം
ഇത് 100 വർഷത്തെ തികഞ്ഞ് 101ാമത്തെ വർഷത്തിലേക്ക് എത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ഇപ്പം 20ഓളം സ്ട്രെച്ചാണ് നാഷണൽ ഹൈവേ. നമുക്കറിയാം, നമുക്ക് വടകര എത്തണമെങ്കിൽ വടകര അല്ലെങ്കിൽ നാഷണൽ ഹൈവേൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഞങ്ങൾ ഈ 6 ലൈൻ പ്രോജക്റ്റ് കാസർഗോഡ് ഞങ്ങൾ വിട്ടുകൊടുത്തു. അതിന് പിന്നിൽ ഞാൻ പറയുന്നത് ഒരു ആദർശം ഒക്കെ മുറിക്കപ്പിടിക്കുന്ന ഒരു സമൂഹം, തൊഴിലാളികളും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും ശക്തി എന്ന് പറയുന്നത് ഗുരുദേവൻ. ആ ഗുരുദേവൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ മുറുകപ്പെടുത്തി ആ ശക്തി നമ്മളിലൂടെ തന്നെ നമുക്ക് ഒരു പ്രത്യേക എന്ത് കാര്യങ്ങളും നിറവേറ്റാൻ ശക്തി തരുന്ന ഒരു. അപ്പം അത് എന്തുകൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗുരുദേവന് അകന്നു പോകുന്നുണ്ടോ എന്ന് പോകുന്ന രീതിയിൽ നമ്മൾ നവോത്ഥാന നായകന്മാരെയൊക്കെ മറന്നു പോകുന്നതിൽ അദ്ദേഹം അവരുടെയൊക്കെ ആദർശങ്ങൾ മറന്നു പോകുന്ന രീതിയിലേക്കാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ NHAന്റെ ചെയർമാൻ തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞങ്ങൾ ആദരിക്കുകയുണ്ടായി. ഒരാൾ തൊട്ട് ഏറ്റവും ഫസ്റ്റിൽ ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും ടൈമിൽ തീർത്തു. അപ്പം അദ്ദേഹം ഒരു ഇടയ്ക്ക് വെച്ചൊരു വാക്ക് പറഞ്ഞു, ഇത് എന്തോ ഒരു അനുഗ്രഹമുള്ള സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞു, ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ബഗ്ദാന്റെ ഗുരുദേവനാണ് സ്ഥാപിച്ചത്. പക്ഷെ ബഗ്ദാന്റെ ഗുരുദേവൻ സ്ഥാപിച്ചത് കൊണ്ട് ഒന്നും നടക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് അത് ശുദ്ധമായിട്ടുള്ള കർമ്മം, നല്ല സത്യസന്ധതയോടുകൂടി ഗുരുദേവന്റെ ആദർശങ്ങൾ എന്തെല്ലാമോ അത് മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പലതും വിജയിപ്പിക്കാനാവും. അപ്പോൾ അദ്ദേഹത്തിന് പോലും തോന്നുന്നതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകാശനമൊക്കെ നമ്മുടെ ഗുരുദേവന്റെ ആദർശങ്ങളൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക്, പുതിയ തലമുറയിലേക്ക് എത്താൻ പാട്ട് ശശീന്ദ്രൻ മാഷ് ചെയ്യുന്നതിന് ഏറ്റവും നന്ദിയും ഈ അവസരത്തിൽ കടപ്പാടും അറിയിക്കട്ടെ. നമുക്കൊക്കെ അദ്ദേഹത്തിനോട് നല്ല സ്നേഹവും ബഹുമാനമുണ്ട്. അപ്പോൾ ഇനിയും നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞത് നിർത്തുമ്പോൾ നന്ദി, നമസ്കാരം. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം തോന്നുന്ന ഒരു പരിപാടിയാണ്. ഒന്നാമത്, ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ ആരംഭിക്കപ്പെട്ട പ്രാർത്ഥന ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്ന കാലം മുതൽ കേൾക്കാറുള്ളതാണ്. ഇത്രയും നീണ്ട കാലം ഈ പ്രാർത്ഥനാ ഗീതം ആലപിക്കപ്പെട്ടത് ഓർക്കുമ്പോൾ എനിക്ക് സംശയം തോന്നി, ഇത് ആരുടെ രചനയാണ്. സുഹൃത്തുക്കളാരോ പറഞ്ഞു വാഗ്ബടാനന്ദൻ്റെതാകാം. ഞാനിതിന് ആധികാരികത കിട്ടാൻ ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ശശിധരൻ പാട്യം, ശശി എന്ന് മാത്രം ഞാൻ ഇന്ന് വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തെയാണ് വിളിച്ചത്. അദ്ദേഹം അത് അംഗീകരിച്ചു. മിനിറ്റുകൾക്കകം ഈ പ്രാർത്ഥനാഗീതം പാടുന്ന രീതിയിലും എഴുതപ്പെട്ട രീതിയിലും എനിക്ക് അയച്ചു തരികയും ചെയ്തു. അതേ പ്രാർത്ഥനാഗീതത്തോടെയാണ് ഈ പരിപാടി ഇന്ന് തുടങ്ങുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുകുന്ദേട്ടനാണ് പ്രകാശനം നിർവഹിച്ചത്. ഈ നാടിൻ്റെ MLA മോഹനേട്ടനാണ് അധ്യക്ഷൻ. മോഹനേട്ടൻ ഇതിനു മുമ്പ് നമ്മൾ പല വേദികളിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്, വാഗ്ബടാനന്ദ സമ്മേളനങ്ങൾ ഉൾപ്പെടെ. മാധവേട്ടനാണ് പുസ്തകം സ്വീകരിച്ചത്. അതൊരു മനോഹരമായി ആദർശികതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശശീന്ദ്രൻ മാഷ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാഗ്ബടാനന്ദനെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടി ചെറിയ ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം പ്രകാശിപ്പിക്കപ്പെട്ടത് മമ്പറം ഹൈസ്കൂൾ വേദിയിൽ വെച്ചാണ്. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ പുസ്തകം പ്രകാശിപ്പിച്ചത് മാധവേട്ടനാണ്. മാധവേട്ടനെ പ്രകാശിപ്പിച്ചപ്പോൾ പറഞ്ഞു,
അദ്ദേഹത്തിൻ്റെതായ ശൈലിയും പറഞ്ഞ് അല്ലാമനെ നീ എന്തിനെ ഇതുപോലെ ചെറിയ പുസ്തകമൊക്കെ എഴുതുന്നു, ഇതിനെന്താ വലിയ പുസ്തകം എഴുതുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി, അദ്ദേഹം ഒരു വലിയ പുസ്തകം എഴുതുകയും അതിൻ്റെ പ്രകാശനം ഒരു വലിയ വേദിയിൽ വെച്ച് നടക്കുകയും അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹം തന്നെ എത്തിച്ചേരുകയും ചെയ്തു എന്ന മനോഹരമായ യാദൃച്ഛികതയും ഈ സമ്മേളനത്തിലുണ്ട്. അത് വളരെ സന്തോഷകരമാണ്. ശശീന്ദ്രൻ വർഷങ്ങളായി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പഠിക്കുന്ന കാലം മുതൽ എൻ്റെ സഹചാരിയാണ് എന്ന് തന്നെ പറയും. ആ ശശീന്ദ്രനാണ് ഈ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകം എഴുതുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, വാഗ്ബടാനന്ദൻ്റെ പേരിലുള്ളൊരു കോളേജ് അദ്ദേഹം നടത്തുകയും അതിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാഗ്ബടാനന്ദ വിലാസം വായനശാലയിലെ പ്രവർത്തകനാണ് അദ്ദേഹം. അവിടെ അദ്ദേഹം എന്നെയും ഒരിക്കൽ വിളിച്ച് പ്രസംഗിപ്പിക്കുകയും അതിൻ്റെ സ്മരണികയിൽ എഴുതിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വാഗ്ബടാനന്ദനോട് എന്നും നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ വൈകാരികമായ ബന്ധം പുലർത്തിയ ഒരാളാണ് ശശീന്ദ്രൻ. അതുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം എഴുതുക എന്നത് ശശീന്ദ്രൻ്റെ നിയോഗമാണ്. ശശീന്ദ്രൻ തന്നെ എഴുതണം. ശശീന്ദ്രൻ തന്നെയാണ് ഈ പുസ്തകം എഴുതാൻ യോഗ്യൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറെക്കാലത്തെ സൗഹൃദത്തിൻ്റെയും കൂട്ടാളിത്തത്തിൻ്റെയും ഒന്നും പരിഗണന കൂടാതെ ഞാൻ പറയട്ടെ, ഇത് വളരെ മനോഹരമായി എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. ഒരു ചരിത്ര പുസ്തകമാണെങ്കിലും ജീവചരിത്രവും ചരിത്രം തന്നെയാണ്. ജീവചരിത്രം ഒറ്റയ്ക്ക് നിൽക്കുകയില്ല, ദേശചരിത്രവുമായി ചേർന്ന് നിൽക്കുകയില്ല. ആ നിലയിൽ ഇതൊരു ചരിത്ര പുസ്തകമാണ്. ചരിത്ര പുസ്തകത്തിൻ്റെ യാതൊരു വിരസതയും കൂടാതെ വായിച്ചു പോകാവുന്ന പുസ്തകം. വായിക്കുന്നതോറും പുതിയ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ആ അറിവുകൾ ഏകപക്ഷീയമായി നൽകുന്നതല്ല. ആ അറിവുകൾക്കെല്ലാം ആധികാരികതയുണ്ട്, തെളിവുകളുണ്ട്. ചില സമ്മേളനങ്ങൾ നടന്നു, യോഗങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ യോഗങ്ങൾ നടന്നു എന്ന് മാത്രമല്ല ശശീന്ദ്രൻ പറയുന്നത്. ആ യോഗത്തിൽ ഇന്നവർ പങ്കെടുത്തു, ഇന്ന ആളുകൾ പ്രസംഗിച്ചു, അതിൽ മുഖ്യ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം പോലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചരിത്ര രചനയുടെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് പഠിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് എന്ന് എനിക്ക് തോന്നി നേരത്തെ തന്നെ. ഇനി ചരിത്രരചനയെക്കുറിച്ച് പറഞ്ഞാൽ, ചരിത്രരചന നടത്തുന്ന ആൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, മഹത്തായ പുസ്തകം, വലിയ പുസ്തകം. അത് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടത്തെ മുസോളിനിയെക്കുറിച്ച് എഴുതി. ഫാസിസം എന്ന ആ സംവിധാനത്തിന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് നൽകിയ നിർവചനം ഫിലോസഫി ആൻഡ് ഓർഗനൈസേഷൻ. പക്ഷേ നെഹ്റു ആ പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം അത് തിരുത്തി, അദ്ദേഹം അതിനെ പുനർനിർവചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു തത്വചിന്തയുമില്ലാത്ത, ഒരു സംഘടനാ സ്വഭാവവുമില്ലാത്ത ഒരു കേവലമായ ആൾക്കൂട്ടമാണ് ഫാസിസം എന്ന് അദ്ദേഹം അതിനെ തിരുത്തി. അങ്ങനെ തിരുത്താൻ കഴിഞ്ഞത് നെഹ്റുവിന് ഇതിനോടുള്ളൊരു മനോഭാവമാണ്, ഫാസിസത്തോടുള്ള മനോഭാവമാണ്. നെഹ്റു തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ട് മുസോളിനി ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ക്ഷണിച്ചിരുന്നു, നേരിട്ട് കാണാൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ച കാര്യം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. അപ്പോൾ ചരിത്രം എഴുതുന്ന ആൾക്കും അയാളുടെ ദർശനങ്ങൾ ചരിത്ര പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതിൻ്റെ തെളിവാണ് നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം. ഇവിടെ ശശീന്ദ്രൻ കേവലം ഒരു ചരിത്ര ആഖ്യാതാവ് മാത്രമല്ല, ചരിത്രത്തിന് ആഖ്യാനം ചെയ്യുന്ന ആളുണ്ട്, ആഖ്യാതാവുണ്ട്. പക്ഷേ നമുക്കറിയാം, ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളിലും
ആഖ്യാനം ചെയ്യുന്ന ആൾ ഒരുപക്ഷെ പുറത്താവും അല്ലെങ്കിൽ അകത്താവും. എന്ന് വെച്ചാൽ നെറേറ്റർ ഇൻസൈഡർ ആണോ ഔട്ട്സൈഡർ ആണോ എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ആദികാവ്യമായ രാമായണം എഴുതിയ വാൽമീകി ആദികാവ്യത്തിലെ കഥാപാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇൻസൈഡറാണ്. രണ്ടാമത്തെ ഇതിഹാസ കാവ്യമായ മഹാഭാരതം എഴുതിയ വ്യാസൻ മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. അദ്ദേഹം ഇൻസൈഡറാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശശീന്ദ്രൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഇൻസൈഡറാണ്. അദ്ദേഹം നെറേറ്റ് ചെയ്യുന്നത് അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു ആശയ ലോകത്തെ കൂടിയാണ്. ആശയപരമായി എന്നും വാഗ്ഭടാനന്ദൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, എന്നും സഹചാരിയായിട്ടുള്ള ഒരാളാണ് ശശീന്ദ്രൻ എന്നാണ് എൻ്റെ തോന്നൽ. ഈ പുസ്തകം ആദ്യം മുതൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ നേരത്തെ കൂടുതലായിട്ടുള്ള പറഞ്ഞതുപോലെ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നറിയാൻ, പണ്ടെങ്ങനെയായിരുന്നു എന്നറിയാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. അതിൽ നിന്ന് വാഗ്ഭടാനന്ദൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ മോചിപ്പിച്ചത് എന്നറിയാൻ ഈ പുസ്തകം സഹായിക്കും. പക്ഷേ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മളോട് തിരിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. വാഗ്ഭടാനന്ദൻ അനാചാരങ്ങളെ എതിർത്തു, അന്ധവിശ്വാസങ്ങളെ എതിർത്തു. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? ചരിത്ര മുഹൂർത്തങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നോ അല്ല പിന്നോട്ട് നടന്നോ? ആലോചിക്കാനുള്ള ഒരുപാട് കാര്യമുണ്ട് അതിൽ. ഇപ്പോൾ ജന്തുക്കളെ പോലും ബലി കഴിക്കുന്നതിനെതിരായിട്ടാണ് വാഗ്ഭടാനന്ദനെ ശബ്ദിച്ചത്. ശ്രീബുദ്ധൻ പണ്ട് പറഞ്ഞതുപോലെ, ശ്രീബുദ്ധൻ പണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് മാത്രമേ എടുക്കാവൂ. നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നിൻ്റെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത്. ഇവിടെ ജന്തുബലിക്കെതിരെ വാഗ്ഭടാനന്ദൻ ശബ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ജന്തുബലി നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഇപ്പോൾ നമ്മൾ നരബലിയിലേക്ക് വളർന്നിരിക്കുന്നു എന്നാണ്. 4-5 വർഷം മുമ്പ് നരബലി നടന്ന നാടാണ് കേരളം. നമ്മൾ ഞെട്ടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചരിത്രം നമ്മെ എന്താണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു വലിയ ചോദ്യമാണ്. മിശ്രഭോജനം നടത്തി അദ്ദേഹം എല്ലാ ജാതി മതക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതൊരു വലിയ അത്ഭുതമായിരുന്നു അക്കാലത്ത്. ഈ അത്ഭുതം കാണിച്ചു അവർ. എല്ലാ ജാതിക്കാരും താഴ്ന്നതെന്നോ ഉയർന്നതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജാതിക്കാരും ഒന്നിച്ചു കൂടി ഭക്ഷണം കഴിക്കുക. വലിയ ഒരു സന്ദേശമാണ് അത് ഉയർത്തിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് തന്നെ നടന്നതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് കേരളത്തിൽ വിശക്കുന്ന ഒരു ആദിവാസി യുവാവ് എന്തോ ഭക്ഷണം മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾക്കൂട്ടം പിടിച്ചു കെട്ടി അദ്ദേഹത്തെ തല്ലിക്കൊണ്ടു. കേരളം പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ തിരിച്ചു നടക്കുകയാണ്. നമ്മുടെ ഈ ചരിത്ര മുഹൂർത്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ പിന്നടത്തം ആണോ ഇപ്പോൾ തുടരുന്നത് എന്ന ചോദ്യം നിലനിൽക്കുന്നു. അന്ധവിശ്വാസങ്ങൾ പലതും നിലവിലുണ്ട്. ഇപ്പോൾ അന്ധവിശ്വാസത്തെ നിരോധിക്കുന്നൊരു നിയമം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടില്ല. കർണാടകത്തിൽ വന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ പോലും വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊരു നിയമം വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും നവകേരളം എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരം നവീകരണങ്ങൾ ഇപ്പോഴും മനുഷ്യന്റെ മനസ്സുകളിൽ നടന്നിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. ക്ഷേത്രപ്രവേശനത്തിനും ക്ഷേത്രത്തിലെ എല്ലാ ജാതിക്കാരുടെയും പ്രവേശനത്തിനും മറ്റുമായി വലിയ സമരങ്ങൾ നടന്ന നാടാണ്. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ അതിനുവേണ്ടിയായിരുന്നു. അത് നടന്നു. അത് ദേശീയ ശ്രദ്ധ വിളിച്ചു പറ്റി. മഹാത്മാഗാന്ധി തന്നെ നേരിട്ട് ഇവിടെ വന്നു അതിന് പിന്തുണ നൽകി. SNDPയുടെ നേതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന DK മാധവന്റെ പരിശ്രമം കൊണ്ട് ആണ് ഗാന്ധിജി ഇവിടെ വന്നത്. ഗാന്ധിജി ഇവിടെ വന്നിട്ട് ഗുരുദേവനുമായി സംസാരിച്ചു.
പലതും സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റങ്ങളൊക്കെ തുടക്കം കുറിച്ച ഒരു നാടാണ് നമ്മുടെ. പക്ഷേ ആ തുടക്കത്തിന് മാത്രം തുടർച്ചയുണ്ടായോ എന്ന സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇവിടെ നിൽക്കുന്നു ഈ വാക്കുടാനന്ദനും ശ്രീനാരായണ ഗുരുവൊക്കെ. ഇത് ശ്രീനാരായണ ഗുരു ജയന്തി കൂടിയാണ്. അത് വളരെ മനോഹരമായ ഈ യാദൃച്ഛികതയാണ് ഈ പുസ്തകം ഇന്ന് തന്നെ പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും സാമൂഹിക പരിഷ്കർത്താക്കൾ ഇവിടെ വന്നിട്ടും പലതും ചെയ്തിട്ടും നമ്മൾ എന്തേ മുന്നോട്ട് പോയില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നു. ആ ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ പലയിടത്തായിട്ട് നമ്മുടെ മനസ്സിൽ, അത് ശശീന്ദ്രൻ ചോദിക്കുന്നതല്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ അത് സ്വയം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ അത് ജീവചരിത്രമായി അവശേഷിക്കുകയല്ല, ഈ ജീവചരിത്രം പാഠങ്ങളായി മാറുകയാണ്, പാഠപുസ്തകങ്ങളായി മാറുകയാണ്. അത് പഠിക്കുന്നവർ ഒരുപാട് ചിന്തകൾ ജ്വലിപ്പിക്കേണ്ടവരാണ് എന്നാണ് ഈ പുസ്തകം നൽകുന്ന സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത, പുസ്തകം കൃത്യമായി തെളിവുകൾ നൽകുക. ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേട്ടുകേൾവികൾ എഴുതാറുണ്ട്. കേട്ടുകേൾവികൾക്കപ്പുറം തെളിവുകൾ സഹിതം, തീയതി സഹിതം, തീയതി, സമയം, യോഗം നടന്ന സ്ഥലം, യോഗത്തിൽ നടന്ന കാര്യപരിപാടി, അവർ സംസാരിച്ചവർ എന്തൊക്കെ ഉൾപ്പെടുത്തി, എന്തൊക്കെ ആശയങ്ങൾ പുറപ്പെടുവിച്ചു, അങ്ങനെ വളരെ വിശദമായ ഒരു ചരിത്ര പുസ്തകം. അതാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നാരായണഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം. വിദ്യ കൊണ്ട് നമ്മൾ പ്രബുദ്ധരായോ? നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ്. പക്ഷേ അത്രമേൽ പ്രബുദ്ധത നമുക്കുണ്ടായോ എന്ന സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരായോ നമ്മൾ? 33 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. പക്ഷേ ശ്രീനാരായണ ഗുരു പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നമുക്ക് ദേവാലയങ്ങൾ വേണ്ട, വിദ്യാലയങ്ങളാണ് വേണ്ടത്. അപ്പോൾ വിദ്യയ്ക്ക് പ്രാധാന്യം, അപ്പോൾ അറിവിന് പ്രാധാന്യം കൊടുക്കുക എന്ന ഈ നവോത്ഥാന നായകന്മാരുടെ സ്വപ്നങ്ങൾ, അറിവുകൾ നമുക്കുണ്ടായി. നമുക്ക് വിദ്യാഭ്യാസം നേടി, ഡിഗ്രി നേടി, ജോലി കിട്ടി. പക്ഷേ അതുമാത്രം കൊണ്ട് തീരുമോ? നാരായണ ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം, പ്രബുദ്ധരായോ നമ്മൾ എന്ന ചോദ്യം ബാക്കി വരും. നമ്മൾ പ്രബുദ്ധരായിട്ടുണ്ടാവില്ല വേണ്ടത്ര എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ നവോത്ഥാന നായകന്മാരുടെ സന്ദേശങ്ങളും അവരുടെ വചനങ്ങളും അവരുടെ പ്രവൃത്തികളും നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തെ ഇനിയും നവീകരിക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനൊരു രക്തസാക്ഷിയുണ്ട്. ചാത്തുക്കുട്ടി, വാക്കുടാനന്ദൻ്റെ സഹോദരൻ. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത് ആശയങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതിരിക്കുമ്പോഴും ശരീരം കൊണ്ട് നേരിടുക എന്ന ഏർപ്പാട് ഇന്ന് മാത്രമല്ല പണ്ടുകൊണ്ട് എന്നതിൻ്റെ തെളിവാണ് ചാത്തുക്കുട്ടി രക്തസാക്ഷിയാണ്. ഇത് നമുക്ക് മഹാഭാരതം വരെ കാണാം. മഹാഭാരതത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്നിട്ട് ആരും ജയിച്ചൊന്നുമില്ല. ശരിക്കും മനസ്സിൽ തട്ടി ജയമാർക്കുണ്ടായില്ല. എന്നാൽ സാങ്കേതികമായി ജയിച്ചു എന്ന അർത്ഥത്തിൽ പാണ്ഡവന്മാർ ആഹ്ലാദപ്രകടനം നടത്തിയ ഒരു രംഗവും മഹാഭാരതം. അങ്ങനെ ആഹ്ലാദപ്രകടനം നടത്തി വരുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഒരു ചാർവാക വിശ്വാസി അദ്ദേഹം കളിയാക്കി, ഓ എന്ത് ആഹ്ലാദപ്രകടനം നടത്താൻ നിങ്ങൾ ഈ യുദ്ധ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ യുദ്ധം ചെയ്തത് എന്നൊക്കെയുള്ള പരിഹാസം അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിനുണ്ടായതും ചാത്തുകുട്ടിക്കുണ്ടായ അനുഭവമാണ്. അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരടക്കം ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടി തല്ലിക്കൊടുത്തു. അപ്പോൾ ഇത് പുതിയ ഏർപ്പാടാണ്. ഇത് ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ആശയങ്ങളെ നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ
ശരീരം കൊണ്ട് നേരിടുക എന്ന ഒരു ഘട്ടമുണ്ട് നമ്മുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് ചാത്തുകുട്ടി എന്ന രക്തസാക്ഷിയെ കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കേരളത്തിന് നന്മയുണ്ടാകാൻ, കേരളത്തിന് നവോത്ഥാനം ഉണ്ടാകാൻ, കേരളത്തെ പ്രബുദ്ധമാക്കാൻ, കേരളത്തെ നവീകരിക്കുവാനുള്ളതായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ പുസ്തകത്തിൽ വളരെ അർത്ഥപൂർണമായി, വേണ്ടിടത്തൊക്കെ വികാരപൂർണമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശശീന്ദ്രൻ. അതുകൊണ്ട് ഈ പുസ്തകം 36 അധ്യായമാണെങ്കിലും 200 പേജുള്ള ഈ പുസ്തകം വായനാപരമായ ഒരു വായനാപരതയുള്ള ഒരു പുസ്തകം. റീഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും അതാണ്. റീഡബിലിറ്റിയുള്ള പുസ്തകമാണ്. ഇത് പഠിക്കണം, ഇതിലെ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം, അത് പ്രചരിപ്പിക്കണം, അത് സംരക്ഷിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ഈ ഒത്തുചേരലിൻ്റെ ഉദ്ദേശം, അർത്ഥം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിദ്യാഭ്യാസം ഈ പുസ്തക പരിസരത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയതിന് നന്ദി. അടുത്തതായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലും കുറച്ച് യുവാക്കളൊക്കെ ഈ സദസ്സുകളുള്ളതുകൊണ്ട് എൻ്റെ വാക്ക് പറയാതിരിക്കാനും കഴിയും. ആശ്രമവിദ്യാസംഘ സ്ഥാപകനായ മാപ്രാന്റെ കുട്ടികളെ കുറിച്ചാണ് ഇന്ന് ശ്രീ ശശിവാശേരിയുടെ പുസ്തകങ്ങളുടെ പ്രകാശനം ചെയ്യുന്നത്. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകനാണ്. എന്താണ് ആത്മവിദ്യാസം? നാം എല്ലാം ഉണക്കമാർന്നവരെ എത്ര വട്ടം ഞാൻ എന്ന് പറയാറുണ്ട്. ആർക്കെങ്കിലും ഞാൻ ആരാണെന്ന് ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഞാൻ ആരാണെന്ന്? ഞാൻ ഈ ശരീരമാണെന്ന് കരുതി നാം എല്ലാം അങ്ങനെ തീറ്റിപ്പൊട്ടി അങ്ങനെ ലോകക്കാലത്ത് നടത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര കാലം നടത്താൻ കഴിയുന്നു? അത് മത്സരമാണ്. ഇന്ന് നാളെ മറന്നു മറിയാത്തൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ജൈവയോഗവാസിഷ്ടം മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് മാത്രമൊക്കെ എൻ്റെ ഇത്തരം വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നുള്ള കൈതക്കം തന്നെയാണ് ഈ സദസ്സിൽ എല്ലാവരും പറയുന്നത്. ഒരു മാറ്റമൊന്നുമില്ല. അതിന് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വിഭാഗീയതയിലില്ല, അതിന് നിറവും മണവും ഗുണവും ഒന്നുമില്ല. പക്ഷെ അതെന്നും ഉള്ളതാണ്, എങ്കിലും ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്നതിലെല്ലാം ഞാനുണ്ട്. ഏതുകൊണ്ടെങ്കിലും ഈ കാണുന്നവരെല്ലാം എന്നിലുണ്ട്. ഇങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്നതിൽ തന്നെയാണ് എന്നിലുള്ളത്. എന്നിലുണ്ട് ഞാൻ. ഏതുകൊണ്ടെങ്കിലും യാതൊന്നുമില്ല, ഒന്നും ഞാനില്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും ബോധമുള്ള എന്തൊന്നും അതിലെല്ലാം ഞാനുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ബോധമുള്ള പുതിനും പുതിലും പുറത്തിലും മോക്ഷത്തിലും എല്ലാം ഞാനുണ്ട്. ഇതിലും ഉണ്ട് ഞാൻ. ഏതുകൊണ്ടെങ്കിലും യാതൊന്നുമില്ല, ഒന്നും ഞാനില്ലാതെ ഇന്ന് വാങ്ങിക്കത്തക്കതായി പിന്നെ ഞാൻ ആഗ്രഹിക്കണം. ഇതെല്ലാം ഞാനാണ് എന്നതാണ് ഈ ബോധത്തിലാണ് ഈ കാണുന്നതെല്ലാം ജാതി ഞാൻ ശരീരമെന്നും ഞാൻ ആത്മാവാണെന്നുള്ള അറിവിനെയാണ് ആശ്രയിക്കാമെന്ന് പറയുന്നത്. ഞാൻ ഈ ശരീരമല്ല, എന്താണ് ശരീരം? ആരും എന്റെ ശാസ്ത്രം എന്ന് പഠിക്കുകയെന്ന് പറയുമ്പോൾ എന്താണ് ശരീരം? ആരും ആ എനിക്ക് നാശമില്ല, ഉള്ളതല്ല. ഈക്കെല്ലാം ഇപ്പോൾ ഉള്ളതല്ലേ? നല്ല ഉള്ളതോ? എന്താ ഉള്ളതേക്ക് പറഞ്ഞാൽ എക്കാലത്ത് ഉള്ളത് അത് ചൈതന്യം മാത്രമാണ്. ഇവിടെ നിന്നൊരു പ്രാർത്ഥനയിൽ അറിയുവാൻ എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മനസ്സിൽ അർത്ഥം പ്രകൃതിയോടൊത്ത് വളരുവാൻ എല്ലാവരും പറഞ്ഞത് ബുദ്ധിമുട്ടുകളുടെ എന്ന് പറയാറില്ലേ? അതാണ് ആ നീതി
ചെയ്താലും മാറ്റമെന്നാണ് അർത്ഥം. മാറ്റമില്ലാത്ത ഏകോപം ഈശ്വരനാണ്. ആ ഈശ്വരനെ പഠിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ എന്നും കഴിയാൻ എനിക്ക് അവസരമുണ്ടായിട്ടാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇതിൽ യാതൊരു മാറ്റവുമില്ലാത്ത എന്റെ ഒരേ ഉപയോഗത്തിലുണ്ടെന്ന ആ കണ്ടങ്ങത്തെ ഓർത്തുകൊണ്ടും കണ്ടങ്ങത്തെ ൂടാകൊണ്ടും ഒന്നിച്ച് കൂടാനും കഴിയട്ടെ, മനുഷ്യന് കഴിയട്ടെ, ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാര്യം. ഈശ്വരായി വിളിക്കുന്നല്ലാതെ ഈശ്വരന്റെ വാക്കിന്റെ അർത്ഥം അറിയുന്നതാണ്. ഓവൻ ഉച്ചരിക്കുക എന്നല്ലാതെ ഓകാലത്തെ അർത്ഥം കണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ചിലപ്പോൾ ഇതിന്റെ അർത്ഥം പറയാൻ കഴിയുന്നു. ഓകാലത്തിന് അർത്ഥം പറഞ്ഞ ശരിയാണ്. ഞാൻ എഴുതിയിരിക്കുന്നില്ല. ഏതായാലും ഇതിലുമുണ്ട് ഏതുകൊണ്ട് ചെയ്യും യാതൊന്നുമില്ല ഇന്നും ഞാനില്ല പിന്നെ വാങ്ങിക്കത്തല്ല കന്യം ജഗത്തല്ല ഭയം ഈ ജഗത്തെന്താണ് ബോധസ്വരൂപമാണ്. ബോധമുള്ള ജഗത്തോട് ആവശ്യമില്ല കത്തിലേക്കാൻ പറ്റുന്നില്ല. ഈ അറിവിനെയാണ് ആത്മവിദ്യായിട്ട് പറയുന്നത്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഞാനാണ്. അതുകൊണ്ടാണ് ഈ ബോധം നടന്നുകൊണ്ടാണ് നികുതികളെന്ന് പറഞ്ഞത്. എനിക്ക് അടുത്ത വീട്ടിൽ കുറേ വീടുകളില്ലെങ്കിൽ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ അടുത്ത വീട്ടിൽ കുറേ വീടുകളില്ലെങ്കിൽ ഭക്ഷണം പറഞ്ഞില്ലെങ്കിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കരുത്. നിന്റെ അയൽക്കാരനെ നീ നിന്റെ അടുത്തുള്ള കൃത്യനെ നിന്നെ പുറപ്പെടുവിക്കാൻ കഴിവുള്ളത്. നീ നിന്റെ അടുത്തുള്ളവനെ ആരായാലും എന്തായാലും എങ്ങനെയായാലും നിന്നെ പുറപ്പെടുവിക്കാൻ. കാരണം അവർക്കെല്ലാം പറയാൻ പഠിച്ചിട്ടെല്ലാം ഉണ്ടാകണം. ഈ ഭാഗ്യം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നാം ജാതിയും മതവും അത് വിഭജിച്ച് വിളിപ്പിച്ച് സമ്പത്തെ രക്ഷിക്കുകയാണ്. ഈ ആത്മവിദ്യാബോധമുള്ളവൻ ഒരു പൂവിൻ്റെ തെളിവുകൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുള്ള ബോധമുണ്ടാകും. ആ ബോധത്തോടെ ഈ മനുഷ്യകുലത്തെ മനോഹരമായ കുട്ടികരമായി മാറ്റി സുന്ദരമായ രാഗാവാക്കി മാറ്റാൻ വേണ്ടി അവതരിച്ച മഹാബലൻ പപ്പടക്കുറുവേദം അദ്ദേഹത്തെ കുറിച്ച് ശശിഭാഷയുടെ പുസ്തകം ഇവിടെ എല്ലാവരും വായിക്കപ്പെടുന്ന ആകർഷിക്കുമെന്ന് ഞങ്ങൾ വാക്കുകൾ ചോദിക്കുന്നു. നമസ്കാരം. സംസാരിക്കുന്നില്ല. ഇങ്ങനെയൊരു മഹത്തായ കൃതി രചിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശശിമാഷെ ആദ്യമായി അനുമോദിക്കുന്നു. കൈയ്യടിച്ചൂടെ? ഇപ്പം കൈയ്യടിക്കും പറഞ്ഞാലേ കൈയ്യടിക്കും. നേരത്തെ ഇവിടെ ഭഗവാനന്ദ ഗുരുവിനെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞു. വളരെ പഴയ രണ്ട് കവികളുടെ നാടുകൂടിയാണ് പാഠ്യം. ഒന്ന് ആദി മഹാകവിയായ ചെറുശ്ശേരിയുടെ ജന്മദേശമാണ് പാഠ്യം. പാഠ്യത്തെ മഞ്ചക്കരയിലത്താണ് ചെറുശ്ശേരി ജനിച്ചത് എന്നുള്ളതിന് ചില തെളിവുകളൊക്കെ ഉണ്ട്. ഭഗവടാനന്ദ ഗുരുദേവന്റെ ജീവചരിത്രത്തിലൊക്കെ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. അത് ഈ ഒരു വേദിയിൽ വെച്ച് പറയണമെന്ന് ആഗ്രഹിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വിജയമാട്ടൊക്കെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഉണ്ടായി, ശ്രീനാരായണ ഗുരുവിന് ശിഷ്യന്മാരുണ്ടായി. പക്ഷേ ശ്രീനാരായണ ഗുരുവിൽ തന്നെ നമ്മൾ കാലം നിന്നുപോയി. വാഗ്ഭടാനന്ദ ഗുരുദേവനുണ്ടായി, അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടായി, സംഘടനകളുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിന്നുപോയി. തുടർച്ച എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇനിയും ഇത്തരം ഗുരുനാഥന്മാരെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ശശിമാഷ് ഈ ഗ്രന്ഥത്തിൽ ഇതുവരെ ഉണ്ടായ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ജീവചരിത്രങ്ങളിലുണ്ടായ കുറവുകൾ നികത്തിക്കൊണ്ടാണ് ശശീന്ദ്രൻ മാഷ് ഇത് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചത് മുതൽ ഇടയ്ക്കൊക്കെ ഞങ്ങളിത് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് പലവിധ പ്രയാസങ്ങളും നേരിട്ടുണ്ട് ഇതിനിടയിൽ. എങ്കിലും ഇങ്ങനെയൊരു നല്ല സദസ്സിൽ വെച്ച്
ബഹുമാന്യ എഴുത്തുകാരൻ ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നറിയില്ല, മുകുന്ദൻ അവറുകൾ എന്ന് പറഞ്ഞാൽ ശരിയാവുമെന്നറിയില്ല, മുകുന്ദൻ ജി എന്ന് പറഞ്ഞാൽ ശരിയാവുമെന്നറിയില്ല. ഇപ്പം എല്ലാവരും പപ്പേട്ടൻ മുകുന്ദേട്ടൻ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ്റെ കൈകൾ കൊണ്ട് പ്രകാശിതമാകാൻ അവസരം ലഭിച്ചു. ശശിധര മാസ്റ്റർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്ദി. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച പ്രമുഖ സാഹിത്യകാരൻ ശ്രീ മുകുന്ദൻ അവർ എന്നെ ഇവിടെ ക്ഷണിച്ചത് ശശീന്ദ്ര മാസ്റ്ററുടെ സ്കൂളിലെ ഒരു പഴയ സഹപ്രവർത്തകൻ എന്ന നിലയിലാണ്. അവിടെ 30 വർഷത്തോളം മലയാളം അധ്യാപകനായി ജോലി ചെയ്ത് അവിടുത്തെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു ശശീന്ദ്ര മാസ്റ്റർ. റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം എഴുത്തിൽ കൂടുതൽ വ്യാപൃതനായത് എന്ന് മനസ്സിലാക്കുക. ഇവർ പല സോനിയറുകളിലും സ്മരണീയകളിലൊക്കെ എഴുതിയ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റിട്ടയർമെൻറ്റിന് ശേഷം 5-8 വർഷത്തിനിടയിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ചരിത്ര രചന എന്ന് പറയും, പ്രത്യേകിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാന്റെ ജീവചരിത്രം തയ്യാറാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഒരു പൊതു പ്രവർത്തകനാണ്. ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്റിയുടെ ഒരു റിപ്പോർട്ടറാണ്, പത്രപ്രവർത്തകനാണ്. അങ്ങനെ വളരെ സജീവമായി ഇപ്പോഴും പൊതുപ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ശശീന്ദ്ര മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ ഈ പ്രൗഢമായ ഒരു സദസ്സിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ 2 വാക്ക് പറയാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി ദിനേശൻ മാസ്റ്റർ. അടുത്തതായി ഈ സദസ്സിനുള്ള സ്നേഹമുണ്ട് ബഹുമാനികൾ. പുസ്തകത്തെക്കുറിച്ചും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ വിവരപേക്ഷകളുടെ സമഗ്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു പുസ്തകം എന്നാൽ ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്രം അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുത്തുപറമ്പിലെ ഈ സാംസ്കാരിക സാന്നിധ്യമായി ഇവിടെ എത്തിപ്പെട്ട മലയാളികളുടെ അഭിമാനമായ ശ്രീ എം മുകുന്ദൻ സാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വൈകിയ വേളയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നില്ല. വാഗ്ദാനങ്ങളെക്കുറിച്ച്, നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് ഒക്കെ വ്യക്തിപരമായി ശശീന്ദ്ര മാസ്റ്ററുമായിട്ട് കുറേ സംസാരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു പ്രസക്തമായൊരു സമയമല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസമല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവരെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ ജനമധ്യത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ചിത്രശക്തികളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആവശ്യമായി ഈ പുസ്തകത്തിൻ്റെ വിതാക്കൾ എല്ലാം ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും കൊണ്ട് അവസാനിക്കും. നന്ദി ധനചേട്ടൻ. അടുത്തതായി മറുപടി നടത്തും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആത്മ ബന്ധുക്കളെ പരിഗണിക്കും. ആദ്യമായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുക. വളരെ ചെറുപ്പം മുതലേ വാഗ്ദാനങ്ങളുടെ ഗുരുതരങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ നാട്ടിലെ വാഗ്ദാനങ്ങളുടെ ഗുരുവിലാസം വായനശാലയായിരുന്നു. പിന്നീട് പഠനകാലത്ത് വാഗ്ദാനങ്ങളുടെ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ താല്പര്യമുണ്ടാക്കിയത്
നമ്മുടെ നാട്ടിലെ ഭാഗ്യം രാമകൃഷ്ണൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹമൊക്കെ വാഗ്ബടാനന്ദ കോളേജ് നടത്തിയ ഒരു കാലം ഉണ്ടായി. അങ്ങനെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ ആത്മവിദ്യാസംഘത്തിലെത്തുകയും ആത്മവിദ്യാസംഘത്തിൻ്റെ മെമ്പറാവുകയും പല വേദികളിലും വാഗ്ബടാനന്ദനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ വാഗ്ബടാനന്ദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അക്കാലത്തൊക്കെ വാഗ്ബടാനന്ദനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാമി ബ്രഹ്മവർമ്മൻ്റെ ജീവചരിത്രങ്ങളുണ്ട്, MT കുമാരൻ മാസ്റ്ററുടെ ജീവചരിത്രം ഗ്രന്ഥം, അതുപോലെ തന്നെ വാഗ്ബടാനന്ദനെ കുറിച്ച് KK പവിത്രൻ എഴുതിയ ആത്മീയ ഹിമാലയത്തിൽ എന്നുള്ള ജീവചരിത്രങ്ങളുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് വന്ന ഉത്തമൻ ഗാനഗേരിയുടെ ജീവചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ T രാജൻ മാസ്റ്ററുടെ ജീവചരിത്രം. ഇങ്ങനെ ധാരാളം ജീവചരിത്രം വായിച്ചെങ്കിലും അതിലൊക്കെ എന്തൊക്കെയോ സമഗ്രത പോരുന്ന തോന്നൽ അന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല പുസ്തകങ്ങളും പക്ഷം ചേർന്നുള്ളവയായിരുന്നു. വാഗ്ബടാനന്ദനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അദ്വൈതയായ വാഗ്ബടാനന്ദനെ കുറിച്ച് നേരായ രീതിയിൽ ഒരു പുസ്തകം എഴുതണം എന്നുള്ള താല്പര്യം അന്ന് എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുള്ള ഈ ആശയം പെട്ടെന്ന് ഒരു പുസ്തകം എഴുതാനുള്ള പ്രേരണ നൽകിയത് വാഗ്ബടാനന്ദ ഗുരുദേവരുടെ പവിത്രൻ സുജാതയെയും സുഗതനെയും കണ്ടുമുട്ടുകയായിരുന്നു. അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ വളരെ വേദനയോടുകൂടി പറഞ്ഞു, വാഗ്ബടാനന്ദ ഗുരുദേവനെ കുറിച്ച് പല ആൾക്കാരും പല ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ വല്യമ്മയെക്കുറിച്ച് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ്. വല്യമ്മയെക്കുറിച്ച് രേഖപ്പെടുത്തിയവർ തന്നെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലാണ് എന്നുള്ള ഒരു മനോവേദന അവർ പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് അവരോടൊപ്പം പല കാര്യങ്ങളും അവരുടെ ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഒരുപാട് ദത്തങ്ങൾ ചെയ്തെങ്കിലും 3-4 വർഷമായി ഇതിൻ്റെ പിറകെ തന്നെ നടന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം രചിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് വിജയമാഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ബാക്കി എല്ലാ ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങളാണ്, വായനക്കാരാണ് ഈ പുസ്തകത്തിനെ പറ്റി വിലയിരുത്തേണ്ടത് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. പിന്നീട് ഈ ചടങ്ങിൽ ബന്ധപ്പെട്ടവരെ കുറിച്ചാണ് എനിക്ക് ഏതാനും കുറച്ച് വാക്കുകൾ പറയാനുള്ളത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ KT മോഹനാട്ടൻ അവர்களാണ്. മോഹനാട്ടൻ നടത്തിവരുന്ന പഴയണി പത്രത്തിലാണ് ആദ്യമായിട്ട് വാഗ്ബടാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള ലേഖനങ്ങൾ അച്ചടിയിൽ വരുന്നത്. ധാരാളം ലേഖനങ്ങൾ, ഒരു 5-8 ലേഖനങ്ങൾ വാഗ്ബടാനന്ദനെ കുറിച്ച് പഴയണി പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചത് മോഹനാട്ടൻ്റെ പ്രോത്സാഹനമായിരുന്നു എന്നുള്ളതാണ്. ആ മോഹനാട്ടനാണ് ഈ വേദി അധ്യക്ഷത വഹിച്ചത്. പുസ്തകം പ്രകാശനം ചെയ്ത് അനുഗ്രഹിച്ചത് വിഖ്യാത നോവലിസ്റ്റ് M മുകുന്ദൻ അവர்களാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മയ്യഴിയുടെ കലാകാരനോടുള്ള വാഗതീതമായ കടപ്പാട് ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്. പുസ്തകം സ്വീകരിച്ചത് എൻ്റെ പിതൃതുല്യനായിട്ടുള്ള മന്ദരം T മാധവാട്ടനാണ്. മാധവാട്ടനെ ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് സ്കൂൾ ജീവിതത്തിനിടയിലാണ്. മാധവാട്ടൻ്റെ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ മാധവാട്ടനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മുതൽ അന്ന് മുതൽ ഇന്നോളം ജീവിതത്തിൽ എനിക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും മാധവാട്ടൻ്റെ ഉപദേശങ്ങളും വാത്സല്യങ്ങളും എനിക്ക് വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധവാട്ടനെ കൊണ്ട് തന്നെ ഈ പുസ്തകം സ്വീകരിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ടായി. അത് സഫലമാവുകയും ചെയ്തു. പിന്നീട് ആത്മവിദ്യാസംഘത്തിൻ്റെ രക്ഷാധികാരി
പ്രസ്ഥാനത്തെ ഇന്നും തിരികടാതെ സംരക്ഷിച്ചു വരുന്ന പാലേരി രമേശേട്ടനാണ്. ഒരാളിൻ്റെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹമാണ് ഇന്ന് ആത്മവിദ്യാ പ്രസ്ഥാനത്തെ നമ്മുടെ ഇടയിൽ മാറി പോകാതെ കാത്തു സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. വാത്സല്യനിധിയായ അദ്ദേഹം എളിമയുടെ പ്രതീകം കൂടിയാണ്. ഏറെ തിരക്ക് പിടിച്ച സമയത്തിലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമുള്ളവനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രമാത്രം തിരക്കുള്ള വ്യക്തിത്വമാണ്. എന്തായാലും വാഗ്ദാനത്തിൻ്റെ നാമം എവിടെയുണ്ടോ അവിടെ രമേശേട്ടൻ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തിയത് എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഡോക്ടർ വിജയൻ ഷാനോടാണ്. പുസ്തകത്തിൻ്റെ ആമുഖം എഴുതി തന്നത് നമ്മുടെ ആത്മവിദ്യാ സംഘം മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി വി കുമാര മാസ്റ്ററാണ്. ഈ പുസ്തകത്തിന് അവതാരക എഴുതിയത് ഡോക്ടർ ടി പി ഷാജു വംശിയാണ്. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ആത്മവിദ്യാ സംഘം ഭാരവാഹികളും അംഗങ്ങളും ഡി കെ കെ ഗുരുക്കളുടെ കുടുംബവും വയലേരി കുടുംബാംഗങ്ങളും പുസ്തക പ്രസാധകൻ കൈരളി ബുക്സ് എം ഡി അശോക് കുമാർ, ആത്മബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ചേർന്നാണ് ഈ പുസ്തകം. അവരൊക്കെയാണ് ഈ പരിപാടികൾ വിജയിപ്പിച്ചത്. ഏറെ സന്തുഷ്ടനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. അടുത്തതായി ഈ ഒരു മഹാപുരുഷന്റെ ജന്മദിനത്തിൽ മറ്റൊരു മഹാപുരുഷന്റെ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ട ഈ ധന്യമുഹൂർത്തത്തിൽ സന്നിഹിതരായ ഏറ്റവും ബഹുമാന്യരെ ശ്രീ ഭഗവടാനന്ദ ഗുരുദേവരുടെ ജീവചരിത്രം, അദ്ദേഹം തൻ്റെ ആദർശത്തെ, തൻ്റെ ദർശനങ്ങളെ നമ്മുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി, പ്രാവർത്തികമാക്കാൻ വേണ്ടി സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിൻ്റെയും ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആത്മവിദ്യാ സംഘം സ്ഥാപിതമായതു മുതൽ സംഘത്തിന് പ്രവർത്തനം ഉണ്ടായിരുന്ന മേഖലകളിൽ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഈ ആശയത്തെ നെഞ്ചേറ്റിയ പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആവശ്യങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവരെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളീയ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ വളരെ പ്രയോജനകരമായ ഒരു പുസ്തകം തന്നെയാണ്. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് കൂത്തുപറമ്പിൻ്റെ ജനകീയ MLA ആയിട്ടുള്ള ശ്രീ KP മോഹനൻ അവர்களാണ്. അദ്ദേഹത്തെ ആദ്യമായി അദ്ദേഹത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ പ്രകാശന കർമ്മം നിർവഹിച്ച മലയാളിയുടെ അഭിമാനമായ പ്രിയ കഥാകാരൻ പ്രിയപ്പെട്ട M. മോഹൻ അവരുടെ ഈ കർമ്മം നിർവഹിച്ച് ഈ ചടങ്ങ് ധന്യമാക്കി തന്നതിന് അങ്ങയോടുള്ള കൃതജ്ഞത സ്നേഹപൂർവ്വം ഏവർക്കും വേണ്ടി അറിയിക്കുന്നു. ഈ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ചടങ്ങിൽ സംബന്ധിച്ച മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മമ്പറം P. മാധവൻ അവർക്കും
ഈ ചടങ്ങിന് വേണ്ടി, അതേപോലെ പാട്യം സൗഹൃദ വേദിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ഈ ചടങ്ങിൽ സംസാരിക്കുകയും ചെയ്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയർമാൻ പ്രിയപ്പെട്ട രമേശൻ പാലേരി അവരുടെ അങ്ങേക്കും ഈ ചടങ്ങിന് വേണ്ടി, ഈ ചടങ്ങിൻ്റെ പേരിൽ, ഈ സദസ്സിൻ്റെ പേരിൽ പാട്യം സൗഹൃദ വേദിക്ക് വേണ്ടി കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് പുസ്തകത്തിൻ്റെ പരിസരങ്ങളിലേക്ക്, അകത്താളുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട വിജയൻ ചാലോട് അവർക്കും പാട്യം സൗഹൃദ വേദിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആത്മവിദ്യാസംഘം മുൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കുമാരൻ മാസ്റ്റർ ചടങ്ങിനെ ആശംസ അറിയിച്ചു സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും പാട്യം സൗഹൃദ വേദിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൈരളി ബുക്സിൻ്റെ പ്രതിനിധിയായി എത്തിയ പ്രിയപ്പെട്ട ശ്രീ അശോക് കുമാർ അവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നന്ദി അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രീ CB ദിനേശ് ബാബു മാസ്റ്റർ, അങ്ങേക്കും പാട്യം സൗഹൃദ വേദിക്ക് വേണ്ടി ഈ സദസ്സിൻ്റെ പേരിൽ എവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ K ധനഞ്ജയൻ അവർക്കും എവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ഓതിയ നമ്മുടെ സൗഹൃദ വേദിയുടെ പുസ്തക പ്രകാശന കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രിയപ്പെട്ട സുന്ദരേശൻ തളത്തിൽ, അങ്ങേക്കും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കട്ടെ. ഈ പുസ്തക രചയിതാവ് പ്രിയപ്പെട്ട ശശീന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്കും ഔപചാരികതയുടെ വേണ്ടി നന്ദി അറിയിക്കുന്നു. അതേപോലെ നിങ്ങളുടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.